അങ്ങനെ പോർച്ചുഗലിൻ്റെ സുവർണ്ണ കാലഘട്ടം പ്രീ ക്വാർട്ടറിൽ പുറത്തായിരിക്കുക. ഇത്രയും നല്ല സ്ക്വാഡ് ഡെപ്ത് ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു വിടവാങ്ങൽ അത് ശരിക്കും അറിയിച്ചിരുന്നു. ആരാണ് ഇതിൻ്റെ കൾപ്രിറ്റ്? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് നോക്കാം. ഇറ്റ്സ് യുവർ വിക്കി ബ്രോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്നലത്തെ മാച്ച് സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ മാച്ചിൻ്റെ അകത്ത് സ്പെയിൻ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഡൊമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പോർച്ചുഗൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിച്ചിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി പ്രീവിയസ് മാച്ചസ്. പക്ഷേ ഡിഫെൻസീവിലി ആയാലും ഒഫെൻസീവിലി ആയാലും സ്പെയിൻ നമ്മളെക്കാളും സുപ്പീരിയർ ആയിരുന്നു. എന്താണ് പോർച്ചുഗലിൻ്റെ തോൽവിക്ക് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ റോബർട്ടോ മാർട്ടിനസ് തന്നെയാണ്. ഈ കോച്ചിനെ പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ബെൽജിയത്തിൻ്റെ സുവർണ്ണ കാലഘട്ടത്തിനെ തോൽപ്പിച്ചത് ആരാ? ഇയാൾ തന്നെയാണ്. അസാഡ്, ഡിബ്രൂയിനൊക്കെ ഉണ്ടായിരുന്ന ആ ടൈം, അത്രയും ഭീകര ഫോമിലുള്ള ടൈമിലാണ് ഇങ്ങേര് അവിടെ ചാർജ് എടുത്തിട്ട് അട്ടപ്പടലം മുഞ്ചിച്ച് വിട്ടത്. അതിനുശേഷം പോർച്ചുഗലിലേക്ക് വന്നാലോ പോർച്ചുഗലിൻ്റെ ഏറ്റവും ബെസ്റ്റ് സ്ക്വാഡ്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേൾഡ് കപ്പ് നേടാൻ ഇതിൽ കൂടുതൽ ഒരു അവസരം ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ ബ്രൂണോ ഫെർണാണ്ടസ്, വിറ്റീന, ജാവോ നെവസ്, ഗോൾ കീപ്പറായിട്ട് ഡിയാഗോ കോസ്റ്റ, ന്യൂനോ മെൻഡസ്, അങ്ങനെ തുടങ്ങി ഒട്ടനവധി വേൾഡ് ക്ലാസ് പ്ലെയേഴ്സ്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ റാഫേൽ ലിയാവോ, ജാവോ ഫെലിക്സ്, റാമോസ് തുടങ്ങിയ വേൾഡ് ക്ലാസ് പ്ലെയേഴ്സ്. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹത്തിൻ്റെ കരിയർ വെച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ ശരിക്കും ഒരു വേൾഡ് കപ്പ് ഡിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില്ലാണ്ടാക്കി ഈ ചങ്ങായി. എന്താ പറയുക, വളരെ വിഷമമുണ്ട്. ഇന്നത്തെ കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ ന്യൂനോ മെൻഡസിന് പരിക്ക് പറ്റിയോടെ കളീൻ്റെ ഗതി തന്നെ മാറി. അങ്ങേരുണ്ടായപ്പോൾ ഒരു കളിയൊരു ഊർജ്ജം ഉണ്ടായിരുന്നു. ഡിഫെൻസീവിലി ആയാലും ഒഫെൻസീവിലി ആയാലും അങ്ങേര് കാഴ്ചവെച്ച പ്രകടനം ഇന്നും പ്രകടനമായിരുന്നു. അയാൾക്ക് ഇഞ്ചറി പറ്റി പോയാൽ ലെമിൻ ജമാലിന് സുഖമായി. കളി കാണാത്തവർക്ക് ഇതിൻ്റെ പ്രശ്നം മനസ്സിലാവില്ല. 1-0 എന്ന നിലയിൽ പൊരുതി തോറ്റു എന്ന് വിചാരിക്കുക. പക്ഷെ എന്തോരം ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു സ്പെയിനിന്. അവരുടെ ഫിനിഷിംഗ് ഇല്ലായ്മ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ 1-0 എന്ന സ്കോറിൽ നിന്നുപോയത്. ഇനി ക്രിസ്ത്യാനോന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അയാൾ പൊരുതി നോക്കിയിട്ടുണ്ടായിരുന്നു, അയാളെ കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, തോൽക്കാനാ വിധിച്ചതല്ല. പോർച്ചുഗൽ ബോർഡിനെ പറഞ്ഞാൽ മതി. റോബർട്ടോ മാർട്ടിനസിനെയൊക്കെ പിടിച്ച് കോച്ചാക്കുമ്പോൾ അയാൾക്ക് ടാക്ടിക്സ് ഇല്ല. സത്യം പറയുകയാണെങ്കിൽ ആ നേഷൻസ് ലീഗ് ഫൈനലിൽ പോർച്ചുഗൽ അടിക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോവാ. കാരണം എന്താ, അന്നേറ്റവും അത് അടിച്ചില്ലായിരുന്നെങ്കിൽ ബൊമ്മാർ പുറത്തായേനെ. അന്ന് നേഷൻസ് ലീഗിൽ കപ്പടിച്ചില്ലായിരുന്നെങ്കിൽ റോബർട്ടോ മാർട്ടിനസിന്റെ പണി തെറിച്ചേനെ. അന്ന് തെറിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണ് വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. ഇനിയിപ്പം പറയണ്ടാവും ഈഗോ ആണ് പ്രശ്നം, പ്ലേയേഴ്സ് തമ്മിലുള്ള ഈഗോ എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർക്കേണ്ട ആരാ? മാനേജറാണ്. ഈഗോ ഉള്ള പ്ലേയേഴ്സിനെ അടക്കി നിർത്താൻ പറ്റണം, അതാണ് മാനേജറുടെ കഴിവ്. അല്ലാതെ ഈഗോ ഉണ്ട് എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടലല്ലോ. ഇത് ക്രിസ്ത്യാനോയുടെ ടീമാണ്. അങ്ങേർക്ക് വേണ്ടിയെങ്കിലും പോട്ടെ. അവരുടെ അകാലത്ത് പൊരിഞ്ഞു പോയ താരം ഡിയാഗോ ജോട്ട, അങ്ങേര് ആഗ്രഹിച്ചിരുന്നല്ലോ ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ്. അയാൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ ടീം പോരാടണമായിരുന്നു, ചെയ്തില്ല. വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്, വളരെ സങ്കടമുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.